നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. കേരളം ലഹരി മാഫിയയുടെ പിടിയിലെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. SFIക്ക് വിമർശനവുമായി രമേശ് ചെന്നിത്തല. ക്ഷുഭിതനായി മുഖ്യമന്ത്രി. നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആശാവർക്കർമാർ. നീതി ഉറപ്പാക്കും വരെ പ്രതിഷേധമെന്ന സമരസമിതി. ആശാവർക്കർമാരെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അവഹേളിച്ച് CITU സംസ്ഥാന സെക്രട്ടറി. ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ്. ബോഡി ഷെയ്മിംഗ് നടത്തി വക്താവ് ഷമ മുഹമ്മദ്. ഒരു കായിക താരത്തിന് ആവശ്യമായ ശരീരപ്രകൃതമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനെന്നും പരിഹാസം. പ്രതിഷേധവുമായി BJP. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. ഭാര്യ മഞ്ജുഷയുടെ അപ്പീൽ തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. നിരാശയുണ്ടെന്ന് കുടുംബം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാകണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി PP ദിവ്യ. ഷഹബാസ് കൊലക്കേസ് പ്രതികളെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിക്കടന്ന് വിവിധ സംഘടനാ പ്രവർത്തകർ. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് വേദനിപ്പിക്കുന്നുവെന്ന് ഷഹബാസിന്റെ ബാപ്പ. പരീക്ഷാ ചൂടിൽ കേരളം. SSLC +2 പരീക്ഷകൾക്ക് തുടക്കം. പരീക്ഷ എഴുതുന്നത് 15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. ാമത് ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അനോറയ്ക്ക് 5 പുരസ്കാരങ്ങൾ. എഡ്രിയൻ ബ്രോഡി മികച്ച നടൻ. നടി മിക്കി മാഡിസൺ. കീറൻ കൾക്കിൻ മികച്ച സഹനടൻ. ഇന്ത്യൻ ചിത്രമായ അനുജയ്ക്ക് പുരസ്കാരമില്ല. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനത്തിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KR സ്റ്റാമർ. യുക്രൈന് സൈനിക പിന്തുണ നൽകാനും റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാനും തീരുമാനം. നോക്കാം വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നു. സംസ്ഥാനത്തെ യുവജനത ഇന്ന് ലഹരിയുടെ പിടിയിലാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചർച്ചയ്ക്കിടയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പ് കോർത്തു. നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കുറ്റപ്പെടുത്തുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്ന് VD സതീശൻ ചോദിച്ചു. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ എതിർപ്പില്ല. പക്ഷേ ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഭരണപക്ഷം നേരിടുന്നു. അതിൻ്റെ അസംതൃപ്തിയും പ്രകടമാകുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച? അടിയന്തര പ്രമേയ ചർച്ച 12 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ഇത്തരത്തിൽ സഭ നിർത്തിവെച്ച സംസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ലഹരി വിപണനവും ലഹരിയുടെ ദുരുപയോഗവും ഒക്കെ ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സഭ ഈ സ്പീക്കർ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ തുടങ്ങുമ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഈ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും നടക്കുന്ന ഈ തമിഴ് തെറ്റുകളും അതോടൊപ്പം തന്നെ ഈ ലഹരിയുടെ ഉപയോഗം, വിപണനം, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഈ വിഷയങ്ങൾ സർക്കാരിന്റെ കൂടി തന്നെ വീഴ്ചയായിട്ട് തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. കാരണം സർക്കാരാണ് അല്ലെങ്കിൽ ഭരിക്കുന്നവർ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണ് ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ടത്. അത്തരത്തിൽ മാതൃകയാകേണ്ടവർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച, ആ വീഴ്ചകൾ തന്നെ
ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. സഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങളാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുന്നത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിൻഡുദാസ് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഇടയ്ക്ക് ഒരു തടസ്സമുണ്ടായിരുന്നു. തുടരാം. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്? മുഖ്യമന്ത്രി പ്രകോപിതനായത് എന്തിനാണ്? തീർച്ചയായിട്ടും വീണ, ഈ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ സമീപകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, അക്രമങ്ങൾ, ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ ദുരുപയോഗം, ലഹരി വിപണനം, ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഈ അതിക്രമങ്ങളൊക്കെ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല, പ്രതിപക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് തന്നെയാണ് സ്പീക്കർ ഉൾപ്പെടെ അറിയിച്ചത്. അത്തരത്തിൽ തന്നെയാണ് ഈ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചത്. ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷെ യുവാക്കൾക്കും വളർന്നു വരുന്ന സമൂഹത്തിനും മാതൃകയാകേണ്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും പ്രധാനമായി 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാനത്ത് നടന്ന അതിക്രൂര കൊലപാതകം, 51 വെട്ട് മുഖത്തേറ്റു മരിച്ച ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികൾക്ക് ഈ സമൂഹത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് ഒരുപക്ഷെ നമ്മൾ വളർന്നു വന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ ആനുകൂല്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിക്ഷാരീതിയിൽ സർക്കാർ തലങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അധികാരികൾ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരെ അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ശിക്ഷ ലഘൂകരിച്ച് കൊടുക്കുന്ന ഒരു നടപടി, ആ നടപടികൾ കണ്ടു വളർന്ന സമൂഹം ഇത്തരത്തിലുള്ള കൊലകൃത്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. നിരവധി തവണയാണ് ഈ വിഷയങ്ങൾ മിസ്റ്റർ പിണറായി വിജയൻ, മിസ്റ്റർ സി എം എന്ന് വിളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്നും രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി കോപാകുലനായി സീറ്റിൽ നിന്നും ചാടി എഴുന്നേക്കുന്നു. അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് തവണയായിട്ട് ഈ മിസ്റ്റർ സി എം എന്ന വിളി കേൾക്കുന്നു. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് പ്രതിപക്ഷം ഒതുക്കിക്കൊണ്ടുപോകുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യണമെന്ന് ചെയറിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ചെയറിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് അത് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു എന്നൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി.ഡി. സതീശൻ ഇതിന് എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നത്. ഈ ചോദിക്കേണ്ട വിഷയങ്ങൾ ചോദിക്കുക ചെയ്യും, മറുപടി പറയേണ്ട വിഷയങ്ങളിൽ മറുപടി പറയണം. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത കാട്ടുന്നത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു സഭയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് കേരളത്തിലെ ഈ കോളേജുകൾ അല്ലെങ്കിൽ കലാലയങ്ങളിൽ നടന്നു വരുന്ന ഈ റാഗിങ്ങുകളും ആ റാഗിങ്ങളുടെ ക്രൂരകൃത്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് SFI എന്ന സംഘടനയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശിച്ചത്. അത് ഒരുപക്ഷെ സഭയ്ക്കകത്ത് ഒരു തരത്തിലുള്ള തർക്കമുണ്ടാകാൻ കാരണമായി. അതോടൊപ്പം തന്നെ ഈ പല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും രാഷ്ട്രീയമായിട്ട് അവർക്ക് കിട്ടുന്ന പരിഗണനകൾ, അവർക്ക് കിട്ടുന്ന ശിക്ഷാ ഇളവുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒരു തലത്തിലെങ്കിൽ മറ്റൊരു തലത്തിലെങ്കിലും രാഷ്ട്രീയമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ തങ്ങൾക്കും കിട്ടും എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഉയർന്നു വന്നൊരു ആരോപണമായിരുന്നു സിനിമയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും യുവാക്കൾക്ക് ഇടയിൽ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്. സമീപകാലത്തായി ഒരു കൊറോണയ്ക്ക് ശേഷം സമൂഹത്തിൽ ഈ ഗെയിമുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമകളും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരുപക്ഷെ യുവാക്കളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. സിനിമ വലിയൊരു മാധ്യമം തന്നെയാണ്. ഇത്തരത്തിൽ അക്രമങ്ങൾ, തലയർത്ത് നിൽക്കുന്ന നായകൻ, ആ നായകനെ കാണുന്ന കുട്ടികൾ എങ്ങനെ അക്രമാസക്തരാകാതിരിക്കുമെന്നുള്ളൊരു വാദവും സഭയിൽ ഉയർന്നു വന്നു. അപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറാണ് ഇത്തരത്തിൽ സഭാ നടപടികളിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ലഹരിക്കെതിരെ മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ എടുക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ലഹരി ഉപയോഗം അക്രമത്തിനും പുറമെ, അല്ലെങ്കിൽ അക്രമങ്ങൾ കാട്ടുന്നതിന് പുറമെ തന്നെ ഈ വിഷയം രാഷ്ട്രീയമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ പ്രതിപക്ഷ
പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ തർക്കത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വാക്കുതർക്കങ്ങളോട് കൂടി ആരംഭിക്കുന്നത്. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ചർച്ച അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തും. എന്തായാലും സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിൽ ചർച്ച. 12 മണിക്ക് ചർച്ച ആരംഭിച്ചു. ലഹരിയുടെ ഉപയോഗവും യുവാക്കളിലെ അതിക്രമമാണ് പ്രധാന വിഷയം. സമീപകാലത്തായി നടന്നു വരുന്ന കുട്ടികളിലെ അക്രമവാസനയും ഇത് ഈ അടിയന്തര പ്രമേയ വേളയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ടിൻഡു. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഒന്നിന്റെ അവതരണം മാറ്റി. KTU മലയാളം കുസാറ്റ് ഭേദഗതി ബിൽ അവതരണമാണ് മാറ്റിയത്. ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതിനാലാണ് മാറ്റിയത്. സർവകലാശാല നിയമങ്ങൾ, കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും എന്നീ 2 ബില്ലും അവതരിപ്പിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദാണ് ബോഡി ഷേമിംഗ് നടത്തി ഇന്ത്യൻ നായകനെ അവഹേളിച്ചത്. ഒരു കായിക താരത്തിന് ആവശ്യമായ ശരീരപ്രകൃതമല്ല രോഹിത്തിൻ്റെതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഷമയുടെ പരാമർശം. ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനെന്നും ഷമ പറയുന്നു. പരാമർശത്തെ ശക്തമായി വിമർശിച്ച് BJP രംഗത്തെത്തി. See, it was just a generic tweet about a fitness of a sports person. It is not body shaming. It's about the fitness of a sports person. I always believe a sports person has to be fit. So I felt he's a bit overweight and I just tweeted on that. And I've been attacked for no reason, And when I compared him to the other captains, previous captains like Dhoni, or for that matter, Ganguly, Dravid, Tendulkar, Kapil Dev. So I put in and Virat. I put in a statement. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, അത് അത്ര കണ്ട് സിമ്പിൾ അല്ല. ഷമ വിശദീകരണം നൽകിയതുപോലെ എന്ന് വ്യക്തമാണ്. കൃത്യമായ ബോഡി ഷേമിംഗ്, അപമാനിക്കൽ നടന്നിരിക്കുന്നു. ആകെ ഉണ്ടായ അതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? BJP പ്രതിഷേധം എങ്ങനെ രേഖപ്പെടുത്തി? വീണ, ഭാരതത്തിന്റെ അഭിമാനമായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇപ്പോൾ കോൺഗ്രസ് അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഷമാ മുഹമ്മദിന്റെ ഈ ഒരു എക്സിലെ പോസ്റ്റിൽ കൃത്യമായി തന്നെ ഒരു ബോഡി ഷെയ്മിംഗ് ആണ് രോഹിത് ശർമ്മയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കായിക താരത്തിന്, അത്ലറ്റിന് വേണ്ട ശാരീരിക സ്വഭാവമല്ല രോഹിത്തിൻ്റേത്. അതായത് ഒരു തടിയനാണ് ഇയാൾ. പൊണ്ണത്തടി കുറയ്ക്കണം തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയ ഷമാ മുഹമ്മദ് ഭാരതത്തിൻ്റെ ഏറ്റവും മോശം നായകന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന പരാമർശം കൂടി നടത്തുന്നുണ്ട്. ഇതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ക്രിക്കറ്റ് ആരാധകരും അതോടൊപ്പം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുന്നു. BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാലയുടെ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ളൊരു മറുപടി BJP നൽകുന്നുണ്ട്. 90% തെരഞ്ഞെടുപ്പിലും ക്യാപ്റ്റനായി നിന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി. അതിനാൽ ഷമാ മുഹമ്മദ് ആദ്യം 90 തെരഞ്ഞെടുപ്പുകളിലും തോറ്റിരിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ക്യാപ്റ്റനായി നയിച്ച കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് 90%-ഓളം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതേപ്പറ്റിയാണ് ആദ്യം പഠിക്കേണ്ടത് എന്ന ഒരു മറുപടിയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. അതായത് കഴിഞ്ഞ വർഷം വിദേശത്ത് നടന്ന, US-ൽ വെച്ച് നടന്ന 2020 വേൾഡ് കപ്പ് ഭാരതത്തിന് നേടിത്തന്ന ഒരു വലിയ ക്യാപ്റ്റനാണ്. കാരണം ലോകകപ്പ് നേടുക എന്ന് പറയുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് കപിൽ ദേവിൻ്റെ കാലത്ത് 1983-ലും പിന്നീട് ധോണിയുടെ നേതൃത്വത്തിൽ 2007-ലും 2011-ലും മാത്രമാണ് മുൻപ് വേൾഡ് കപ്പ് ഭാരതത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏകദിനത്തിൽ 2 തവണയും 2020 വേൾഡ് കപ്പ് 2 തവണയും നേടി. അതിൽ 2024-ൽ കഴിഞ്ഞ വർഷം ഐതിഹാസികമായ വിജയത്തിലൂടെ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് 2020 വേൾഡ് കപ്പ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല 2023-ൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ വരെ ഭാരതത്തെ ഒരു പരാജയം പോലും ഇല്ലാതെ എത്തിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അദ്ദേഹത്തിന് ഏകദിന കരിയർ പരിശോധിച്ചാലും 2020 കരിയർ പരിശോധിച്ചാലും അതല്ല ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും നിരവധി
ലോക റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഇതിഹാസമാണ് മുംബൈയിൽ നിന്നുള്ള രോഹിത് ശർമ്മ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള 4 ടീമുകളുടെ പട്ടികയിൽ ഭാരതം എത്തിയിരിക്കുന്നു. സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഇനിയും ഓസ്ട്രേലിയക്കെതിരെയുള്ള വിജയം കഴിഞ്ഞാൽ പിന്നീട് ഫൈനലാണ്. അങ്ങനെ ICC ടൂർണമെന്റുകളിൽ ഭാരതം മികച്ച പ്രകടനം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോൾ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും വലിയ വിമർശനം ഷമാ മുഹമ്മദിനും കോൺഗ്രസിനുമെതിരെ ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. വീണ, ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ചിൽ വൻ പങ്കാളിത്തം. പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് ധരിച്ചാണ് മാർച്ച് നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നായി ആശമാർ സമരവേദിയിലേക്ക് എത്തി. ഓണറേറിയം വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പങ്കാളിത്തമാണ് നിയമസഭാ മാർച്ചിൽ ആശാവർക്കർമാരുടേതായി ഉണ്ടായത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എത്രത്തോളം പ്രതിഷേധം രേഖപ്പെടുത്താനായി അവർക്ക് ഈ മാർച്ചിൽ? വീണ, വലിയ ജനാവലിയെ അണിനിരത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും നിയമസഭയിലേക്ക് ആശാപ്രവർത്തകരുടെ മാർച്ച് സംഘടിപ്പിച്ചത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലേക്കായിരുന്നു ഈ മാർച്ച് ഉണ്ടായിരുന്നു ഈ സമരസമിതി ആരോപിച്ചത് വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് കൂടി ധരിച്ചുകൊണ്ടാണ് ഇവർ സമരത്തിൽ ഏർപ്പെട്ടത്. വലിയ ശക്തമായൊരു മുന്നറിയിപ്പ്, അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും ശരി CPM-ന്റെ ഭാഗത്തുനിന്നായാലും നൽകുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും നല്ലൊരു ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു സമരം. 1000-ലധികം പ്രവർത്തകർ, വിവിധ ജില്ലയിൽ നിന്നുള്ള വനിതമാർ, ആശാ പ്രവർത്തകർ 1000-ലധികം വരുന്നവർ ഈ സമരവേദിയിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ 11:30 കൂടിയാണ് സമരം ആരംഭിച്ചത്. നീങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ട് നീങ്ങിയ സമരം നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. 1000-ലധികം വരുന്ന പ്രവർത്തകർ സമരത്തിലുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ നിയമസഭാ മാർച്ചിൽ ഇതിൽ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സമരം പൊളിഞ്ഞു എന്ന തരത്തിലൊരു ആരോപണമുണ്ടായിരുന്നു. അതായത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാപ്രവർത്തകരെല്ലാം തന്നെ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഏതാനും ചില വ്യക്തികൾ മാത്രമാണ്, അതും സ്വാർത്ഥ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സമരം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. CPM-ന്റെ തന്നെ നേതാക്കന്മാരടക്കം ഈ സമാനമായ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ സമരം ശക്തമാണ്. അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രവർത്തകരെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും, അതായത് വിവിധ ജില്ലകളിൽ നടക്കം കൂടുതൽ പ്രവർത്തകരെ ഈ സമരത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ആ സമരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് ഇത് തങ്ങളുടെ സമരം പൊള്ളയല്ല അല്ലെങ്കിൽ ഇത് ഇറുക്കൽ സംഘടന നടത്തുന്ന ഒരു സമരമല്ല എന്ന് കാണിക്കുക കൂടി ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടി സമരസമിതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി വിജയിച്ചു എന്ന് വേണം നമുക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. വലിയൊരു ജനസഞ്ചയം ഉണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം സമയം തന്നെ ഈ നടന്നു നീങ്ങാൻ വേണ്ടി ഈ മുന്നിൽ നിന്നും നിയമസഭയിലേക്ക് എത്താൻ എടുത്തു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയുകയും ചെയ്യേണ്ടത്. കാരണം അത്രയ്ക്ക് ജനസഞ്ചയം, ഒരു ഇടതോട്ട് തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ജനങ്ങൾ, ആശാപ്രവർത്തകർ. അത്രയ്ക്കും ശക്തമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു സമരത്തിലൂടെ തന്നത്. കറുത്ത ബാഡ്ജുകൾ വെച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ സർക്കാരിന്റെ മുന്നിലേക്ക്. അത് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സമരം കൂടുതൽ ശക്തമാക്കും. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ലെങ്കിൽ ഇത്തരം കേസെടുക്കുന്നത് കൊണ്ടോ ഉൾപ്പെടുത്തൽ കൊണ്ടോ തങ്ങൾ തിരിഞ്ഞു പോവില്ല, കൂടുതൽ ശക്തമാക്കും. വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി സമരസമിതി നൽകുകയും ചെയ്തു. വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സംഘടനയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അക്രമം സൃഷ്ടിക്കുവാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിയമസഭാ മാർച്ച് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. അങ്ങനെ സമാധാനപരമായിട്ട് സംഘടിപ്പിച്ച മാർച്ച് ബാരിക്കേഡിൽ നിന്നും ഒരു 2 മീറ്റർ ദൂരത്ത് മാറി നിന്നുകൊണ്ടായിരുന്നു. അതായത് ബാരിക്കേഡിന്റെ അടുത്ത് വരാൻ പോലും ഇവർ കൂട്ടാക്കിയതുമില്ല. ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിൽ നിന്നും 2 മീറ്റർ ദൂരെ മാറി അവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിലേക്ക് ഈ ആശാപ്രവർത്തകർ നടത്തിയത്. ശരി പ്രശാന്ത്.
നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസ് PB സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ഹൈക്കോടതി വിധിയിൽ ദുഃഖമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. കുടുംബത്തെ തളർത്താനാണ് ഓൺലൈൻ വഴിയുള്ള അപവാദ പ്രചരണമെന്നും മഞ്ജുഷ. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സ്വീകരിച്ചത്. തുടർന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലും ഹൈക്കോടതി തള്ളി. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ തള്ളിയതിൽ ദുഃഖമുണ്ടെന്നും ഓൺലൈൻ വഴി നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾ കുടുംബത്തെ തളർത്താനാണെന്നും മഞ്ജുഷ പ്രതികരിച്ചു. CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്? പ്രധാന പ്രതികളെല്ലാം അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടക്കുന്നില്ലല്ലോ. അന്വേഷണം നടക്കുന്നതേ ഇല്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാ ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരനും പ്രതികരിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. കാരണം സിംഗിൾ ബെഞ്ചിൽ നിന്നൊരു വിധി ഉണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്ന് പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അല്ല, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മോശമാണ്. ഞാൻ Day 1 തന്നെ ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് SHOയ്ക്ക്. അതിൽ പ്രശാന്തൻ്റെ വ്യക്തിയെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 4.5 മാസമായിട്ടുണ്ട്. ഇതുവരെ പ്രശാന്തനെ പ്രതി പോലും ആക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വിധിയുടെ പകർപ്പെടുത്തിയ ശേഷം തീരുമാനം. അതേസമയം നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രത്യേക സംഘത്തിൽ നിന്നും അന്വേഷണം മാറ്റേണ്ടതില്ലെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് CBI അന്വേഷണം വേണ്ടെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചതെന്നായിരുന്നു അപ്പീലിലെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നുമായിരുന്നു അപ്പീലിലെ ആരോപണം. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. ജനം, കൊച്ചി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം തള്ളിയതിനു പിന്നാലെ PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാവണം. അനീതി കൺകുളിർക്കെ കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവും അടിയറ വയ്ക്കരുത്. പോരാട്ടം തുടരുക തന്നെ വേണമെന്നും പോസ്റ്റിൽ. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. പരീക്ഷാ കേന്ദ്രമൊരുക്കിയ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിലെ 5 പ്രതികളും പരീക്ഷ എഴുതി പൂർത്തിയായിരിക്കുകയാണ്. വെള്ളിമാട് ജുവനൈൽ ഹോമിലാണ് പരീക്ഷ എഴുതിച്ചത്. എന്തായാലും കർശന സുരക്ഷാ സംവിധാനം ഒരുക്കിയാണ് ഈ 5 പ്രതികളും പരീക്ഷ എഴുതിയത്. രാവിലെ 6:30 തൊട്ട് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധം ജുവനൈൽ ഹോമിന് മുന്നിലുണ്ടായിരുന്നു. ജുവനൈൽ ഹോമിന്റെ മതിലുകൾ കടന്ന് വരെ പ്രതിഷേധം കടന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഈ ജുവനൈൽ ഹോമിന് മുന്നിൽ ഒരുക്കിയിരുന്നത്. വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെയൊക്കെ തന്നെയും വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തോടെ സുരക്ഷാ സംവിധാനത്തോടെയായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കിലെടുത്തു തന്നെയാണ് താമരശ്ശേരിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം ഒരുക്കിയിരുന്നത്. എന്നാൽ വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിൽ നിന്നും ഇവരെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കിലെടുത്തു തന്നെയാണ് വെള്ളിമാട് കുന്നിനോട് ചേർന്നുള്ള കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുവാൻ തീരുമാനിച്ചത്. എന്നാൽ പിന്നീട്
പിന്നീടാണ് വെള്ളിമാട് കുന്നിൽ ജുവനൈൽ ഹോമിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാമെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്. വലിയ പ്രതിഷേധമായിരുന്നു. 6:30 തുടങ്ങിയ പ്രതിഷേധം അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. എന്തായാലും പരീക്ഷ എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ 5 വിദ്യാർത്ഥികളെയും ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ ബാപ്പ പ്രതികരിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്ക് ഈ കൊലപാതകവുമായി പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തന്നെയും ശരിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുടെ സുഹൃത്തിന്റെ മകനും ഈ പ്രതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ ഉണ്ടായത്. പ്രതിഷേധമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പരീക്ഷ എഴുതി വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. വിദ്യാർത്ഥികളിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും തടയാൻ പാഠ്യവിഷയങ്ങൾക്കൊപ്പം കൗൺസിലിംഗ് അടക്കമുള്ള പരിഹാരമാർഗവും ഉൾപ്പെടുത്തണമെന്ന് ABVP. ഈ ആവശ്യം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രിമാർക്കും കത്ത് നൽകുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ജനം ടിവിയോട് പറഞ്ഞു. പോലീസിന്റെയും എക്സൈസിന്റെയും പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിന്റെ ഇടപെടലുകൾക്കെതിരെ നിരന്തര സമരവുമായി മുന്നോട്ടു പോകാനാണ് ABVPയുടെ തീരുമാനം. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സ്കൂൾ തലം മുതൽ രാസലഹരിയുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും ഇതിനെ ചെറുക്കുന്നതിൽ എക്സൈസ്, പോലീസ് സംവിധാനങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സംസ്ഥാന സർക്കാർ പുതുതലമുറയെ വലിയ വിപത്തിലേക്ക് നയിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ലഹരി ഉപയോഗത്തിനൊപ്പം അക്രമവാസനകളും വിദ്യാർത്ഥികളിൽ ഏറി വരുന്നതായി വ്യക്തമാവുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നതിലുള്ള പ്രതിഷേധമാണ് ABVP ശക്തമാക്കുന്നത്. ലഹരി ഉപയോഗം വ്യാപകമായ സ്കൂളുകളുടെ ഞെട്ടിക്കുന്ന കണക്ക് IB പുറത്തുവിടുമ്പോൾ ഇതിനെ മാനിക്കാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തതെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ അവസാനം 1150ഓളം വിദ്യാലയങ്ങളിൽ സുലഭമാണ് എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സർക്കാർ ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പൈസ വെട്ടിക്കുറയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നതിന് ശേഷവും എത്ര കൊലപാതകങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട്, മദ്യം ഉപയോഗിച്ചതിന് ശേഷം കൊലപാതകം നടത്തിയ വാർത്തകൾ പുറത്തുവിട്ടു. ആ സമയത്താണ് ബ്ലൂവറി പോലെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ ഒരിക്കലും ഇത് തുടച്ചു മാറ്റുവാനുള്ള പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ABVPക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗവും അക്രമവാസനയും ചെറുക്കാൻ പാഠ്യ വിഷയങ്ങൾക്കൊപ്പം തന്നെ സ്കൂളിൽ കൗൺസിലിങ്ങും വിനോദ വിജ്ഞാന പരിപാടികളും സംഘടിപ്പിക്കാൻ പദ്ധതി വേണമെന്ന് ABVP ആവശ്യപ്പെടുന്നു. തിയററ്റിക്കൽ ഒരു അപ്രോച്ചിനപ്പുറത്ത് കുറച്ചുകൂടി പ്രായോഗികമായ ഒരു വിദ്യാഭ്യാസം കടന്നു വരുന്ന സമയത്ത് ഈ ലഹരിക്കെതിരെയും മറ്റും ഉള്ള ഒരു സംവിധാനം ഉടലെടുത്തു വരും. എൻഗേജ്മെന്റ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവും. ആ എൻഗേജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ NEP ഇംപ്ലിമെന്റേഷൻ നല്ല രീതിയിൽ നടക്കണം. ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൗരബോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ അക്കാദമിക് കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ABVP മുന്നോട്ട് വയ്ക്കും. SFI പോലുള്ള സംഘടനകൾ അവരുടെ നേതാവ് ലഹരി ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ സ്കൂളിൽ സ്ഥാപിക്കുന്നത് തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുമെന്നും അത്തരം സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ആവശ്യപ്പെട്ടു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനുള്ള അപേക്ഷ ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു. 3 ആഴ്ചയ്ക്കകം മറുപടി അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റിക്കവറി നടപടികൾ ഇക്കാലയളവിൽ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാക്കിയത്? വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസ് പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്.
വായ്പ എഴുതിത്തള്ളൽ അപേക്ഷ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ലഭിച്ചിരുന്നു. ഇത് ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. അതോടൊപ്പം തന്നെ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുകയെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ, അതായത് ഈ വായ്പ എഴുതിത്തള്ളൽ വിഷയത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേന്ദ്രം തീരുമാനമെടുത്ത് അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ, അതായത് ഈ തീരുമാനം എടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ 3 ആഴ്ച സമയത്തിനുള്ളിൽ റിക്കവറി നടപടികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരും പുറപ്പെടുവിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളിൽ ഹൈക്കോടതി വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാർച്ച് 31-നകം തന്നെ വയനാട് പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് വിനിയോഗിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ സംസ്ഥാനത്തോട് പറഞ്ഞത്. ഇക്കാര്യം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ മാർച്ച് 31-നകം ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് അസാധ്യമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇളവ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടി അറിയിക്കാൻ കൂടി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 17-നകം ഈ ഒരു സമയപരിധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനായിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തായാലും ദുരിതബാധിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു വായ്പ എഴുതിത്തള്ളൽ. ആ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി രേഷ്മ. ജമ്മുകശ്മീരിൽ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടി. ഭീകരരുടെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചു. കോടതി അനുമതിയോടെ പൂഞ്ച് ജില്ലയിൽ 28 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി കണ്ടുകെട്ടി. ഭീകരവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വിവിധ നടപടികൾ ജമ്മു കശ്മീരിൽ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഭീകരരുടെയും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ ആരംഭിച്ചത്. പൂഞ്ച് ജില്ലയിൽ കസ്ബ, കിർണി എന്നീ ഗ്രാമങ്ങളിൽ 28 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സാന്നിധ്യത്തിൽ പിടിച്ചെടുത്തു. പാക് അധിനിവേശ ജമ്മു കശ്മീരിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ നജാബുദ്ദീൻ, മുഹമ്മദ് ലത്തീഫ്, മുഹമ്മദ് ബഷീർ എന്ന ടിക്ക ഖാൻ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇവർക്കെതിരെ 2022-ൽ പൂഞ്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജമ്മു കശ്മീരിൽ നിന്ന് ഭീകരവാദ പരിശീലനത്തിനായി അതിർത്തി കടന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ജമ്മു കശ്മീരിലെ സമാധാനം തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും ഭീകരവാദത്തിന് പിന്തുണ നൽകിയെന്ന് കണ്ടെത്തിയവർക്കെതിരെയും കോടതി അനുമതിയോടെ സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനം, ഡൽഹി. ആദിശങ്കര സേവാ സമിതിയുടെയും ഭാരതിയുടെയും നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് മാതൃഭാഷാ ദിനാചരണം നടന്നു. മാതൃഭാഷയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തിയ പരിപാടിയിൽ 100 കണക്കിന് ഡൽഹി മലയാളികൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു മാതൃഭാഷാ ദിനാചരണത്തിനായി ഡൽഹി മലയാളികൾ ഒത്തുകൂടിയത്. JNU സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KB ഉഷ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് KB ഉഷ ഓർമ്മപ്പെടുത്തി. വള്ളത്തോൾ അദ്ദേഹത്തിന്റെ ദേശീയബോധം രചനകളിൽ പ്രതിഫലിപ്പിക്കുന്ന കവിതകളൊക്കെ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ദേശീയബോധം അന്തർലീനമാണ്. അതുപോലെ തന്നെ കവിതയും ദേശീയതയും തമ്മിൽ ഇങ്ങനെ ഒത്തൊത്തു പോകുന്നത് പല എഴുത്തുകളിലും പല കൃതികളിലും ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് പല രാജ്യങ്ങളുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ അതുണ്ട്. മാതൃഭാഷയോടും അമ്മയോടുള്ളതുപോലെ നമുക്ക് കടപ്പാടുണ്ട്. വൈകാരികമായല്ല വൈചാരികമായാണ് മാതൃഭാഷയെ സമീപിക്കേണ്ടതെന്ന് ഡൽഹി സർവകലാശാല മലയാളം വിഭാഗം അധ്യാപകൻ ഡോക്ടർ P ശിവപ്രസാദ് അഭിപ്രായപ്പെട്ടു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭാഷകൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഒരു ഭാഷ ഒരു ജനതയെ ഒന്നിപ്പിക്കേണ്ടത്, ഭിന്നിപ്പിക്കേണ്ടതല്ല. നമ്മളെപ്പോഴും ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കാറുള്ളൂ. പക്ഷെ ഭാഷ കൊണ്ട് എങ്ങനെ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കാം എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ട് ഒരു നയം തയ്യാറാക്കിയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നയത്തിൽ പറയുന്ന ഒരു കാര്യം, ഒരു ആദർശമാണ് ഈ നയത്തിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അതിലൊന്ന് ഏക ഭാരത്
ശ്രേഷ്ഠ ഭാരത് എന്നാണ് ഇതിൻ്റെ മോട്ടോ. ഈ ഭാരതം ഏകമാണ്, അത് ശ്രേഷ്ഠമാണ്. എങ്ങനെയാണ് ഈ ഭാരതം ഏകമാവുന്നത്? അനേകം കാര്യങ്ങളുണ്ട്, അതിലൊരു കാര്യം ഭാഷയാണ്. ആദിശങ്കര സേവാ സമിതി അധ്യക്ഷൻ എസ് കെ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദിശങ്കര സേവാ സമിതിയും ഭാരത് ഭാരതിയുടെ വൈചാരിക് വിഭാഗവും ചേർന്നാണ് മാതൃഭാഷാ ദിനം ആചരിച്ചത്. നൂറുകണക്കിന് മലയാളികൾ ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ ഭാഷ എന്റെ ഒപ്പ് എന്റെ അഭിമാനം എന്ന ആഹ്വാനവുമായി മാതൃഭാഷയിൽ ഒപ്പുശേഖരണവും നടത്തി. മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ, പനിമഞ്ഞു തോരാ പുലർക്കാലമെന്ന പോൽ പനിമതി പെയ്യുന്ന രാത്രി പോലെ. മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ, പനിമഞ്ഞു തോരാ പുലർക്കാലമെന്ന പോൽ പനിമതി പെയ്യുന്ന രാത്രി പോലെ. ജനം, ഡൽഹി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ആശാ വർക്കർമാരെയും അശ്ലീല പരാമർശത്തിലൂടെ അവഹേളിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് സുരേഷ് ഗോപി കുട കൊടുത്തു. കുട മാത്രമാണോ, ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്ന് അറിയില്ലെന്നായിരുന്നു പരാമർശം. കൊച്ചിയിൽ CITU സംഘടിപ്പിച്ച ആശാ വർക്കർമാരുടെ BSNL ഓഫീസ് മാർച്ചിലായിരുന്നു പരാമർശം. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കുട കൊടുക്കുന്നു. കുട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കുട കൊടുക്കുക കേന്ദ്രമന്ത്രി. വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേരുന്നു. അഖിൽ, ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത തരം അശ്ലീല പരാമർശങ്ങൾ, വിവരങ്ങൾ എന്താണ്? വീണ, ഇന്നാണ് ആശാവർക്കർമാരുടെ സമരം 22 ദിവസം പിന്നിട്ടുകൊണ്ട് നിയമസഭയിലടക്കം വലിയ മാർച്ച് സംഘടിപ്പിച്ച സമരം ശക്തമാകുന്നതിനിടയിലാണ് ആ സമരത്തിനെ പ്രതിരോധിക്കുക എന്ന നിലത്തിൽ CPM തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. CPMന്റെ തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ CITUവിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ നടത്തിയ സമരങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എറണാകുളത്ത് BSNL ഓഫീസിലേക്ക് CITU ആശാവർക്കർമാരുടെ സമരം ഉണ്ടാകുന്നത്. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി AV ഗോപിനാഥൻ ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം സന്ദർശിക്കുന്ന സമയത്ത് മഴ പെയ്യുകയും ആ മഴയത്ത് സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കുട കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ CITU രംഗത്ത് പ്രവേശനം നടത്തിയിരിക്കുന്നത്. വളരെ അധിക്ഷേപകരമായ അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്ന തരത്തിലാണ് CITU നേതാവിന്റെ പ്രസംഗം ഉണ്ടാകുന്നത്. അതിൽ ആ പ്രസംഗത്തിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്, കേന്ദ്രമന്ത്രി വലിയ സമരനായകനായിട്ടാണ് ആശാവർക്കറുടെ സമരത്തിലേക്ക് പോകുന്നത്. ആ സമരനായകൻ എത്തുമ്പോൾ ആദ്യം കുടയാണ് കൊടുത്തത്, ഇനി കുട മാത്രമാണോ നൽകിയത് അതോ ഉമ്മ കൂടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊരു പ്രസംഗമാണ്, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് CITU നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിൽ പ്രധാനമായി നമ്മൾ കേരളത്തിൽ പല സ്ത്രീ സമരങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതിനു മുമ്പും നിരവധിയായ CPM നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ നമ്മളുടെ കൺമുമ്പിലുണ്ട്. ഈ ഇടുക്കിയിലെ പെമ്പിള ഒരുമ സമരത്തിലൊക്കെ തന്നെ MM മണി നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തെ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള എളമരം കരീം നടത്തിയ പരാമർശമുണ്ട്. അങ്ങനെ ആശാ വർക്കർമാരുടെ സമരം കേരളത്തിൽ വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അപവാദ പ്രചരണം അല്ലെങ്കിൽ ഒരു അശ്ലീല പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AV ഗോപിനാഥൻ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. വളരെ രീതിയിലുള്ള ഒരു വിമർശനാത്മകമായ രീതിയിൽ തന്നെ ഒരു പ്രസംഗം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സമരം ചെയ്യുന്നവരെ സഹായിക്കാൻ എത്തുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നെത്തുന്നവരെയൊക്കെ തന്നെ വിവിധ വിവാദങ്ങളിൽ ഒത്തുചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി CITUയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ CPMന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരൊക്കെ തന്നെ പാട്ടകുലിക്ക് സമരത്തിന് നേതൃത്വം നൽകുവരെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന
നിലയ്ക്കാണ് CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദ്യം പരാമർശം നടത്തുന്നു. അതിനുശേഷം CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി വിവിധ ജില്ലകളിൽ സംസ്ഥാന സെക്രട്ടറിമാർ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് കുട നൽകാനായിട്ട് മാത്രമാണോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്, അതോ കുടയ്ക്കൊപ്പം അവർക്ക് ഉമ്മ പോലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വീണ? ഓക്കെ, ശരി അഖിൽ. പത്തനംതിട്ട കലഞ്ഞൂർപ്പാടത്തെ ഇരട്ടക്കൊലപാതകത്തിന് കാരണം പ്രതി ബൈജുവിന് ഭാര്യയോടുള്ള സംശയമെന്ന് പോലീസിന്റെ FIR. ഇന്നലെ രാത്രിയാണ് പ്രതി ബൈജു ഭാര്യ വൈഷ്ണയെയും അയൽവാസിയായ സുഹൃത്ത് വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി ബൈജുവും ഭാര്യ വൈഷ്ണയുമായി ഇന്നലെ രാത്രി വഴക്കുണ്ടായി. തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലേക്കെത്തി. കൊടുവാളുമായി വൈഷ്ണയെ ബൈജു പിന്തുടർന്നു. ദമ്പതികളുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിൽ വെച്ച് വൈഷ്ണയെ ബൈജു വെട്ടി. തുടർന്ന് വീടിനുള്ളിൽ നിന്നും സിറ്റൌട്ടിലേക്ക് വിളിച്ച് വിഷ്ണുവിനെയും വെട്ടി. വൈഷ്ണ തൽക്ഷണം മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വിഷ്ണുവിനും ജീവൻ നഷ്ടമായി. കൊലപാതക വിവരം സുഹൃത്തുക്കളെ അറിയിച്ച ശേഷം പ്രതി ബൈജു കൂടൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ബൈജുവിന് വൈഷ്ണയോടുള്ള സംശയമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ FIR. അതേസമയം ദമ്പതികൾ തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരം വഴക്കുകൾ പതിവായിരുന്നുവെന്ന് വൈഷ്ണയുടെ പിതാവ് ബിജു പറഞ്ഞു. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ഇവിടുത്തെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയുടെ കാര്യവും. വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. ബൈജു അവരുടെ ഇതിലേ ഉള്ളൂ, അല്ലാതെ ഈ ബൈജുവും വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കൊല്ലപ്പെട്ട വിഷ്ണുവും പ്രതി ബൈജുവും തമ്മിൽ ദീർഘകാല സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇവരുടെ സുഹൃത്ത് പറയുന്നു. ഇവർ രണ്ടുപേരുടെ ഞാൻ തോന്നുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഇവരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹനമുള്ള പിള്ളേരാണ്. പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വൈഷ്ണവിയുടെ ഫാദർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറുകിട ഫിനാൻസിന്റെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവരെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. കൊലപാതക കാരണം സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാൽ പ്രതിയെ കോന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യും. ജനം, പത്തനംതിട്ട. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കാൻ വീണ്ടും സർക്കാർ ശ്രമം. കേസിലെ 2 സാക്ഷികൾ മൊഴിമാറ്റി. തകഴി സ്വദേശികളായ 2 മഹസർ സാക്ഷികളാണ് മൊഴിമാറ്റിയത്. കനിവിനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് സാക്ഷികളുടെ മൊഴിമാറ്റം. പ്രതിഭ MLAയുടെ മകനെതിരെയുള്ള കഞ്ചാവ് കേസിൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സാക്ഷികളുടെ മൊഴിമാറ്റം. ദൃക്സാക്ഷികൾ ഇല്ല എന്ന് പറയുന്ന കേസിൽ തകഴി സ്വദേശികളായ 2 മഹസർ സാക്ഷികളാണ് നിലപാട് മാറ്റിയത്. MLAയുടെ മകനടക്കം കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടില്ല എന്നാണ് ഇവർ മൊഴി മാറ്റിയത്. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ മഹസർ സാക്ഷികൾ മൊഴി മാറിയത്. കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 2 കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ S. അശോക് കുമാർ സംസ്ഥാന കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പിടികൂടിയ 9 പേരിൽ MLAയുടെ മകനടക്കം 7 പേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയില്ലെന്നും അതുകൊണ്ടുതന്നെ അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കഞ്ചാവ് വലിച്ചെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതു മാത്രമാണ് കേസിന് ആധാരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, മകന്റെ കേസ് സംബന്ധിച്ച് MLAയോട് ആശയവിനിമയം നടത്തിയതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLA സമൂഹമാധ്യമത്തിൽ ലൈവിൽ വന്ന് കേസില്ല എന്ന് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ MLAയെ ന്യായീകരിക്കുന്നുണ്ട്. MLAയുടെ മകനെ ന്യായീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് മഹസർ സാക്ഷികളുടെയും പിന്മാറ്റം. കഞ്ചാവ് വലിച്ചതിന് തകഴി പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ 28-നാണ് കുട്ടനാട് എക്സൈസ് സംഘം പ്രതിഭയുടെ മകൻ കനിവടക്കം 9 പേരെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജനം, ആലപ്പുഴ. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് P. എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരിക്കടുത്ത് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൗസിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനാണ് ജോർജ് P. എബ്രഹാം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശാശ്വത സമാധാനത്തിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 4-ഇന കർമ്മ പരിപാടിയാണ് പ്രഖ്യാപിച്ചത്. സൈനിക പിന്തുണ യുക്രൈന് ഉറപ്പാക്കും, റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കും തുടങ്ങിയ കർമ്മ പരിപാടികളാണ്
പ്രഖ്യാപിച്ചത്. 18ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചതായും കെയർ സ്റ്റാമർ അറിയിച്ചു. So we agreed some important steps today. First, we will keep the military aid flowing and keep increasing the economic pressure on Russia to strengthen Ukraine now. Second, we agreed that any lasting peace must ensure Ukraine's sovereignty and security, and Ukraine must be at the table. Third, in the event of a peace deal, we will keep boosting Ukraine's own defensive capabilities to deter any future invasion. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണികൾ നിരീക്ഷണത്തിൽ. രാജ്യാന്തര അന്വേഷണത്തിൽ കൂടുതൽ കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായം തേടി ഇഡി. എന്നാൽ സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്നുള്ള ഇഡി സംയുക്ത അന്വേഷണത്തിന് തടസ്സങ്ങളേറെയാണ്. മുഖ്യ സൂത്രധാരരെ കണ്ടെത്തുന്നതിന് സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസികളിൽ നിന്ന് പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടില്ല. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. എന്നാൽ തട്ടിപ്പിന് രാജ്യത്തും വിദേശത്തും നേതൃത്വം നൽകിയ മുഖ്യ കണ്ണികളിലേക്ക് അന്വേഷണം നീളുകയാണ്. തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളാണെന്ന് സംശയിക്കുന്ന നിരവധി പേർ നിരീക്ഷണത്തിലുമാണ്. വൈകാതെ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. സിംഗപ്പൂരിൽ നിന്ന് ലോൺ ആപ്പ് തട്ടിപ്പുകളെ നിയന്ത്രിക്കുന്ന സിംഗപ്പൂർ പൗരൻ മുസ്തഫ കമാലിനെ കണ്ടെത്തുന്നതാണ് ശ്രമകരം. സിംഗപ്പൂർ ക്രൈം ഏജൻസികളുടെ കൂടി സഹകരണത്തോടെയുള്ള അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ ഇഡി നടത്തിയെങ്കിലും അനുകൂല മറുപടികൾ ലഭിച്ചിട്ടില്ല. കുറ്റവാളികളെ കൈമാറുകയും അന്വേഷണത്തിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രമങ്ങൾ നടത്തിയത്. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ്, തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡ്രോപോൾ പ്രകാശ്, അലൻ സാമുവൽ തുടങ്ങി 6 പേരാണ് കേസിൽ ആകെ അറസ്റ്റിലായിട്ടുള്ളത്. വിവിധ പേരുകളിൽ നിരവധി ലോൺ ആപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. ആൻഡ്രോയിഡ് പാക്കേജ് ഫയർ ഫോർമാറ്റിലുള്ള ലോൺ ആപ്പുകളുടെ സോഴ്സ് കോഡ് ചൈനീസ് ഭാഷയിലുള്ളതായിരുന്നു. ഇന്ത്യയിലും വിദേശത്തും കടലാസ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തായിരുന്നു ലോൺ ആപ്പുകളിലൂടെയുള്ള കള്ളപ്പണ ഇടപാടുകൾ. വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചത്. സിംഗപ്പൂർ, ചൈന, അമേരിക്ക എന്നിവിടങ്ങളിലേക്കും പണം എത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. പെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്ര സമിതിയുടെ ഈ വർഷത്തെ ശ്രീചക്ര പുരസ്കാരം പത്മഭൂഷൺ KS ചിത്രയ്ക്ക് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അടക്കം പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു പുരസ്കാര സമർപ്പണം. പിന്നണി ഗാന മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം. 5 പതിറ്റാണ്ട് നീണ്ട സംഗീത സഭയ്ക്കുള്ള അംഗീകാരമാണ് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്ര സമിതിയുടെ ശ്രീചക്ര പുരസ്കാരം പത്മഭൂഷൺ KS ചിത്രയ്ക്ക് സമർപ്പിച്ചത്. ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സിൽ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ചിത്രയ്ക്ക് പുരസ്കാരം കൈമാറി. മുഖ്യമന്ത്രി മമതാ ബാനർജി നല്ലൊരു പാട്ട് പാടി. എന്നിട്ട് എന്നെ വിളിച്ചു, ഗവർണർജി അങ്ങും കൂടെ ചേര്, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഇനി എനിക്ക് മമതയോട് ബോസ്റ്റ് ചെയ്യാം, മമതാജി എനിക്ക് സമയം കുറവാണ്, കാരണം എനിക്ക് KS ചിത്രയോടൊപ്പം ചില പാട്ടൊക്കെ പാടാനുണ്ടെന്ന് പറയാം. ഈ 2 കാര്യം കൊണ്ട് ഞാനിന്ന് സംതൃപ്തനാണ്. വെൺപാലവട്ടത്തമ്മയുടെ ഭക്തരുടെ നിറഞ്ഞ സ്നേഹത്തിന് സംഗീതാലാപനത്തിലൂടെ ചിത്രയുടെ മറുപടി. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ, നമ്മൾ കണ്ട ദൈവമാണമ്മ. ഭീമ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ, അടൂർ പ്രകാശ് MP, വ്യവസായി ബിജു രമേശ് തുടങ്ങിയവർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അഫാന്റെ അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും CI അനൂപ് പറഞ്ഞു. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, എന്തൊക്കെ പുതിയ നടപടികളാണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് കൊലപാതകം നടന്നത്. പ്രതി അഫാന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഫാന്റെ അനിയനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ഇപ്പോൾ ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പിതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയതാണ് കേസ്. എന്നാൽ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുജനെയും അതുപോലെ തന്നെ ഫർസാനെയും കൊലപ്പെടുത്തി എന്നുള്ള കുറ്റത്തിലാണ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം
കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രേഖപ്പെടുത്തുമെന്ന് വെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ബാക്കി പിതാവിനെയും സഹോദരനെയും ഭാര്യയും എന്നും കൊന്ന കേസിലുള്ള അറസ്റ്റ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ രേഖപ്പെടുത്തൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വേറെ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്താണ് കാര്യങ്ങളെന്ന് വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും രണ്ടുപേരെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ കൊലപ്പെടുത്താനുള്ള നീക്കം കൂടി അഫാൻ ഇതിനിടയ്ക്ക് വെച്ച് നടത്തിയതായി കൂടി പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ഇയാൾ കുറ്റം സമ്മതിച്ച് പോലീസിന് മുന്നിൽ പിടിയിലായിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവും മാതാവും ഇതിന് ഈ ഒരു കൊലപാതകം, ഈ ഒരു മരണത്തിന്റെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 3 പേരുടെയും മൊഴി തികച്ചും വ്യത്യസ്തമാണ്. മൊഴികൾ തമ്മിൽ ഒട്ടും തന്നെ ചേരുന്നില്ല എന്നാണ് പോലീസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അഫാനെയും അഫാനെയും സുഹൃത്തായ ഫർസാനെയും എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മോട് പോലീസ് അധികൃതർ പറയുന്ന വിവരം. വീണ. ഓക്കെ, ശരി. പത്തനംതിട്ട സീതത്തോട് കോട്ടക്കുഴിയിൽ വീണ്ടും തീ പടർന്നു. രാവിലെ 11 മണിയോടെയാണ് തീ പടർന്നത്. 6 ഏക്കറോളം വരുന്ന വാഴത്തോട്ടം കത്തി നശിച്ചു. മിഥുൻ മുരളിച്ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെ വിവരങ്ങൾ? 11 മണി മുതൽ ഏകദേശം 1.5 മണിക്കൂറോളം ഈ ഭാഗത്ത് തീ പടർന്നു പിടിച്ചു. നേരത്തെയും തീപിടുത്തമുണ്ടായ സ്ഥലമാണ്. 6 ഏക്കറോളം പ്രദേശമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. വാഴത്തോട്ടമാണിത്. വാഴ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഏതോ ഒരു ഭാഗത്തു നിന്നും തീപ്പൊരി പടർന്നു പിടിച്ചതാകാം ഈ വലിയൊരു തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ ഫയർഫോഴ്സ് സംഘത്തിനും ലഭ്യമായിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഈ തീ അണച്ചത്. മണിക്കൂറുകളോളം, ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഈ ഭാഗത്ത് തീ പടർന്ന് പിടിച്ചു നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് തീപിടുത്തം വ്യാപകമായി ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷണങ്ങളടക്കം നടത്തിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധാലു ആകുവാൻ നാട്ടുകാർക്ക് ഫയർഫോഴ്സും പോലീസും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരി മിഥുൻ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.